അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനിന്ന് കുറേ അധികം മീൻ വാങ്ങിച്ചിട്ടുണ്ട്. കുറേയധികം മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വെറൈറ്റി ആയിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കിളിയും ചാളയും തന്നെയാണ്. കുറേ ദിവസം വാങ്ങിക്കാതിരുന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും മീനിന് രണ്ടിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചാളയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചാള അല്ലെങ്കിൽ കുഞ്ഞൻ ചാള എന്നുള്ള ലേബലിൽ നിന്നും വീണ്ടും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ശോഷിച്ചു പോയിട്ടുണ്ട്. പക്ഷെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കിളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വളർന്നിട്ടുണ്ട്. എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും സത്യം പറയാലോ, നമുക്ക് ഒരു മീനും കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു വില തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ണി കാണുമ്പോൾ തന്നെ ഞാനങ്ങ് വാങ്ങിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ മീനൊക്കെ കണ്ടിച്ച് കയറി കയ്യോടെ കിളിമീൻ അങ്ങ് മാങ്ങയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാനും വെച്ച് അതിന്റെ കൂടെ തന്നെ ചാള അങ്ങ് തോരൻ വെക്കാനും അടുപ്പിലോട്ട് വെച്ചു. ഇപ്പൊ ഇവിടെ കിട്ടുന്ന ചാള കറി വെച്ചാലും വറുത്താലും ഒരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തോരൻ വെക്കാന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ പിന്നെ ഇനി പച്ചക്കറി തോരൻ പ്രത്യേകിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ അമ്മ വെക്കുന്ന മീൻ തോരന്റെ വലിയൊരു ഫാനാണ് ഞാൻ. പക്ഷെ ഞാൻ എത്ര അമ്മയെടുത്ത് ചോദിച്ചിട്ട് വെച്ചാലും അതിന്റെ 7 അയലത്ത് പോലും എത്താറില്ല. എന്തൊക്കെയായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ മീൻകറിയും മീൻ തോരനെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.